നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവിന്റെ തലമുറമാറ്റ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത യൂത്ത് കോൺഗ്രസ്. ഉദയപൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ മത്സരിച്ച ഇടങ്ങളിൽ വൻ വിജയം നേടാനായെന്നും ജനീഷ്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ബുള്ളറ്റിടിച്ച് ബുള്ളറ്റ് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് പരപ്പനങ്ങാടി സ്വദേശി നുബൈദ്. റോഡിൽ അലക്ഷ്യമായി ലോറി പാർക്ക് ചെയ്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ചെറുതുരുത്തിയിൽ വാഹനാപകടത്തിൽ പട്ടാമ്പി സ്വദേശികൾക്ക് പരിക്ക്. കുന്നംകുളത്ത് ബോഡി ബിൽഡറായ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞിയിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെ 6 അംഗ സംഘം ആക്രമിച്ചതായി പരാതി. മർദ്ദനമേറ്റത് പെങ്ങാമുക്ക് സ്വദേശി അതിൻ കൃഷ്ണയ്ക്ക്. അക്രമത്തിനു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് സൂചന. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവിന്റെ തലമുറമാറ്റ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് യൂത്ത് കോൺഗ്രസ്. ഉദയപൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ് ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ മത്സരിച്ച ഇടങ്ങളിൽ വൻ വിജയം നേടാനായെന്ന് ഒ.ജെ. ജനീഷ് ചൂണ്ടിക്കാട്ടി. ഇടതു കോട്ടകൾ പോലും യുവാക്കൾ തകർത്തു. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ പാർട്ടി വായിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സന്തോഷമുണ്ട്. ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി കൊണ്ടു നടന്ന പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു. മറ്റത്തൂരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അവിടെ നിന്ന നിൽപ്പിൽ BJP ആകാൻ സാധിക്കുന്നത് അത് അദ്ദേഹം കൊണ്ട് ആഘോഷിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ BJP ആകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരും BJPയിലേക്ക് പോയതായിട്ടുള്ളതല്ല. മറ്റത്തൂർ വിഷയമുയർത്തി മുഖ്യമന്ത്രി ആഘോഷിക്കുകയാണ്. നിന്ന നിൽപ്പിൽ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ആഘോഷം. അവിടെ ആരും BJPയിലേക്ക് പോയിട്ടില്ല. UDFൻ്റെ മെമ്പർമാർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവർക്ക് BJP വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആരും തന്നെ അവിടെ BJP അംഗത്വമെടുക്കുകയും BJPയിലേക്ക് പോവുകയും ഉണ്ടായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം KPCC നൽകിയിരുന്നു. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലാണ് മറ്റത്തൂരിൽ നടപടിയെടുത്തത്. മറ്റത്തൂരിൽ വാർഡ് മെമ്പറായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നടപടിയുണ്ടാകും. അതിൽ പിന്നെ അംഗങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയില്ല. പാർട്ടി നിലപാടാണ്. ആ പാർട്ടി നിലപാടിനോടൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് അവരെല്ലാവരും തന്നെ. അത് അവർ പാലിക്കപ്പെടുന്നതിലുണ്ടായ പോരായ്മ കൊണ്ടാണ് നടപടിയെടുത്തത്. അവർ ചെയ്യേണ്ടത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റൊക്കെ രാജിവെച്ച് അവിടെ പ്രതിപക്ഷത്തിരിക്കാനാണ് ആ നാട്ടിലെ ജനം അവർക്ക് നൽകിയിട്ടുള്ള മാൻഡേറ്റ് എങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവർ ചെയ്യേണ്ട കാര്യം അവിടെ അങ്ങനെ BJPയിൽ നിന്ന് പിന്തുണ കിട്ടി, ആ കിട്ടിയ പിന്തുണ വേണ്ടാന്ന് വെക്കണം, അവരവിടെ രാജിവെക്കണം. അതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത്. അതിൽ പോരായ്മയുണ്ടായി. ആ പോരായ്മ ഉണ്ടായതുകൊണ്ടാണ് നടപടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ബുള്ളറ്റിടിച്ച് ബുള്ളറ്റ് യാത്രികൻ മരിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി പുത്തരിക്കൽ തോട്ടത്തിൽ മുഹമ്മദിന്റെ മകൻ 39 വയസ്സുള്ള നുബൈദാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെ കൊരട്ടിക്കര മുഹിയുദ്ദീൻ മസ്ജിദിന് മുന്നിലാണ് അപകടം നടന്നത്. പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികൻ നുബൈദിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ പുലർച്ചെ 4 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ബുള്ളറ്റിൻ്റെ മുൻവശം ഭാഗികമായി തകർന്നു. റോഡിൽ അലക്ഷ്യമായി ലോറി പാർക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചെറുതുരുത്തിയിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി KSEB പോസ്റ്റിലിടിച്ച് പോസ്റ്റ് കാറിന് മുകളിലേക്ക് പതിച്ചു. യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടി മുസ്ലിം പള്ളിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പട്ടാമ്പി സ്വദേശി ജാബിറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പഴഞ്ഞിയിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെ 6 അംഗ സംഘം ആക്രമിച്ചു. പെങ്ങാമുക്ക് സ്വദേശി അതിൻ കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. അവരടിയിലേക്ക്
ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പഴഞ്ഞി ഐന്നൂരിലെ അമ്പലത്തിൽ ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന അതിനെ ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. പരിക്കേറ്റ അതിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി പൈങ്കുളം ഭാരതപ്പുഴ പുഴക്കടവിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെടുത്തു. ചെറുതുരുത്തി ഇരട്ടക്കുളം കല്ലേമുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ഞായറാഴ്ച കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയ മണികണ്ഠൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ബോഡി ബിൽഡറായ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം ശങ്കരപുരം ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന കൊട്ടേക്കാട് രാജന്റെ മകൻ 29 വയസ്സുള്ള അനിരുദ്ധാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന അനിരുദ്ധ് രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴാണ് അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടനെ മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം നേരത്തെ സംഭവിച്ചിരുന്നു. ഉറക്കത്തിനിടെയുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പിലെ വിജയിയായിരുന്നു. സ്ഥിരമായി ജിമ്മിൽ വർക്കൗട്ട് നടത്തുന്ന ആളാണ് അനിരുദ്ധ്. അവിവാഹിതനാണ്. അമ്മ അനിത, 2 സഹോദരങ്ങളുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് കൺവെൻഷൻ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു. AKTEA തൃശൂർ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. ആ ക്ഷേമനിധിയിലെ ഓരോ ഘട്ടത്തിലും അതിന്റെ കുറവുകൾ എന്തെന്ന് പരിശോധിച്ച് അതിനാവശ്യമായ സമരമെങ്കിൽ സമരം, തടയിലാണെങ്കിൽ തടയില് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായി ഇന്ന് അതിന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡായി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഏറ്റവും നല്ല ക്ഷേമനിധി ബോർഡ് ഏതാണ് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അത് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ്. അതിനെ ആ നിലയിലേക്ക് ആക്കിയത് AKTEA എന്ന പ്രസ്ഥാനമാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ്. അതിൻ്റെ ഓരോ ഘട്ടവും പരിശോധിച്ചത് നമ്മളെല്ലാവരും കൂടിയാണ്. നമ്മൾക്ക് വേണ്ടിയാണ് നമ്മുടെ നേതാക്കളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. സി രതി അധ്യക്ഷത വഹിച്ചു. AKTEA യൂണിറ്റ് അംഗമായി പ്രവർത്തിച്ചിരുന്ന KC സന്ധ്യ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനമേറ്റതിനെ തുടർന്ന് പൊന്നാടയും മെമ്മന്റോ നൽകി ആദരിച്ചു. കൂടാതെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി MA ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ TP പ്രമീള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. K അനില സ്വാഗതവും MV സിന്ധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇറാൻ ഗ്രൂപ്പിന്റെ വനം വൽക്കരണ പദ്ധതിക്ക് മാങ്കുറിശ്ശിയിൽ തുടക്കമായി. ഈ വർഷം 10 ലക്ഷം തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈകൾ നടും. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി, അപ്പുകുട്ടൻ കല്ലൂർ, KK റഹ്മാൻ, AV രവി കല്ലൂർ, അബ്ദുൾ സമദ് എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. വൃക്ഷത്തൈ നടീലിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം പുതിയ ഗൃഹപ്രവേശന ചടങ്ങിൽ വെച്ച് ഉടമ തരുവക്കോട് സ്വദേശി അബ്ദുൾ റസാഖിന് മാവിൻ തൈ നൽകിയാണ് നിർവഹിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ വീട് ഇരിക്കുന്ന വീട്ടിൽ നമ്മൾ പോയി അവർക്ക് വേണ്ടി നമ്മളൊരു തൈ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയപ്പെട്ടത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വിവാഹിതരാകുന്ന ഭർത്താക്കന്മാരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്കും അതുപോലെ ഈ പ്രകൃതിയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ മരങ്ങളും മറ്റു വൃക്ഷത്തൈകളും നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ തുടക്കം കൂടിയാണ്. തുടർന്ന് വിവിധയിടങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നടുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഷംസുദ്ദീൻ മാങ്കുറിശ്ശി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പേരൂരിൽ നിർധനരായ 2 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി നൽകി 72-കാരിയായ വീട്ടമ്മ. ഈസ്റ്റ് പേരൂർ പുത്തൻപുരയിൽ ശകുന്തളയാണ് 2 നിർധന കുടുംബങ്ങൾക്കും ഇതിനു പുറമെ SNDP ഓഫീസ് നിർമ്മിക്കാനും ഭൂമി സൗജന്യമായി നൽകിയത്. SNDP ഈസ്റ്റ് പേരൂർ ശാഖയ്ക്ക് 3 സെന്റ് ഭൂമിയും വീട് വയ്ക്കുന്നതിനായി പുത്തൻപുരയിൽ സുരേഷിനായ 4 സെന്റ് ഭൂമിയും വാണിയംകുളം മനശ്ശേരി സ്വദേശിനിയായ സ്വാതി മണികണ്ഠന് 4 സെന്റ് ഭൂമിയുമാണ് സൗജന്യമായി നൽകിയത്. ഈസ്റ്റ് പേരൂരിലെ പുത്തൻപുരയിൽ ശകുന്തളയാണ് സൗജന്യമായി ഭൂമി ദാനം ചെയ്ത്. ഭർത്താവിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഭൂമി നൽകിയതെന്ന് ശകുന്തള പറഞ്ഞു. 3 പേർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. കുറച്ച് സ്ഥലം ഞങ്ങൾ കൊടുത്തു. 4 സെന്റ് വീതം കൊടുത്തു. SNDPക്ക് 3, മറ്റൊന്ന് 4, 2 പേർക്ക് 4.
ഒരു പാവങ്ങൾ അനുഭവിക്കട്ടെ, നമ്മളെല്ലാവരും പോയില്ലേ. പിന്നെ അതുപോലെ എല്ലാവരും കൊടുക്കട്ടെ, ഇവിടെ ആരെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. കുറേശ്ശല്ലേ, പാവങ്ങൾ ഇഷ്ടംപോലെ കിടക്കല്ലേ. പെരുങ്ങോട്ടുകുറിശി അഗ്രഹാരത്തിലാണ് ഇപ്പോൾ ശകുന്തളയുടെ താമസം. ചടങ്ങിൽ നാട്ടിലെ പ്രമുഖരും SNDP ഭാരവാഹികളും പങ്കെടുത്തു. ഇവർക്കുള്ള ഭൂമിയുടെ രേഖകളും ശകുന്തള ഉടമകൾക്ക് കൈമാറി. ശകുന്തളയുടെ പ്രവർത്തനങ്ങളെ SNDP ഭാരവാഹികൾ ഏറെ അഭിനന്ദിച്ചു. SNDP സെക്രട്ടറി V. രാജൻ, വൈസ് പ്രസിഡന്റ് R. ഷാജീവ്, യൂണിയൻ അംഗം KM കണ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് K. രാമേന്ദ്രൻ, വിനോദ് കല്ലിങ്കൽ, P. കനകലത തുടങ്ങിയവരും സംബന്ധിച്ചു. ജനോപകാരപ്രദമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ശകുന്തള ചേച്ചി മുഴുകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവണം എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. അവരുടെ ഈ നല്ല മനസ്സിന് ഇത്രയും തീരെ നിർദ്ധനരായിട്ടുള്ള 2 പേർക്ക് വീട് വയ്ക്കാൻ കൊടുത്ത വലിയ ഒരു പ്രവൃത്തി, വലിയൊരു പുണ്യ പ്രവൃത്തി, എത്ര പറഞ്ഞാലും അതിൻ്റെ വൈശിഷ്ട്യം എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും നല്ല പ്രവർത്തനങ്ങൾ, അത്രയും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശകുന്തള ചേച്ചിക്ക് എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. സന്തോഷവും സ്നേഹവും നന്ദിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത യൂത്ത് കോൺഗ്രസ്. ഉദയപൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർ മത്സരിച്ച ഇടങ്ങളിൽ വൻ വിജയം നേടാനായെന്നും ജനീഷ്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ബുള്ളറ്റ് ഇടിച്ച് ബുള്ളറ്റ് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് പരപ്പനങ്ങാടി സ്വദേശി നുബൈദ്. റോഡിൽ അലക്ഷ്യമായി ലോറി പാർക്ക് ചെയ്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ചെറുതുരുത്തിയിൽ വാഹനാപകടത്തിൽ പട്ടാമ്പി സ്വദേശികൾക്ക് പരിക്ക്. കുന്നംകുളത്ത് ബോഡി ബിൽഡറായ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴഞ്ഞിയിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെ 6 അംഗ സംഘം ആക്രമിച്ചതായി പരാതി. മർദ്ദനമേറ്റത് പെങ്ങാമുക്ക് സ്വദേശി അതിൻ കൃഷ്ണയ്ക്ക്. അക്രമത്തിനു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമെന്ന് സൂചന. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.